നടക്കാൻ ഒരാൾ പിടിക്കണം എന്നുള്ള മാതിരിയുള്ളൊരു കണ്ടീഷനിലാണ് ഇവിടെ എത്തിയത്. 3 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഓഫീസ് പോകാറായി. ഇത്ര കാലത്തെ ചികിത്സാ അനുഭവങ്ങൾക്കിടയിൽ ഏറ്റവും ഓർമ്മയിൽ വരുന്ന ഒരു കേസിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഈശ്വർജി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെന്നൈയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിന് ഇവിടെ വന്നു. ആക്സിഡൻറ്റ് പറ്റി തല ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് അങ്ങനെ കണ്ടീഷനിലാണ് ഇവിടെ വന്നത്. നടക്കാൻ ഒരാൾ പിടിക്കണം എന്നുള്ള മാതിരിയുള്ളൊരു കണ്ടീഷനിലാണ് ഇവിടെ എത്തിയത്. 3 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഓഫീസ് പോകാറായി. ഇങ്ങനെയുള്ള തല നേരെയായി, എങ്കിലും ചെറുതായിട്ട് സപ്പോർട്ട് വേണമെന്നുള്ള മട്ടായി. അതിനുശേഷം 2 ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞപ്പോൾ ആ സപ്പോർട്ടും വേണ്ടാന്നായി. ഇതിന് ധാരയാണ് ചെയ്തത്. സാധാരണ എനിക്ക് തക്രധാരയാണ് വേണ്ടത്. തക്രധാര എന്ന് പറഞ്ഞാൽ തക്രം എന്ന് പറഞ്ഞാൽ മരുന്നിട്ട് കാച്ചിയ മോര്, അതുകൊണ്ട് ധാര ചെയ്യുക. അതാണ് തക്രധാര. ദേഹത്തേക്ക് തൈലം ഉപയോഗിക്കും. ധാന്വന്തരം മുറിവെണ്ണി ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവസാനം ചെയ്തത് ക്ഷീരധാരയാണ്. കാരണം നമുക്ക് അവസാനം അമൃത് കൊടുക്കുക എന്നുള്ള മാതിരി ആ ശരീരത്തിൻ്റെ ജീവന് ഒരു പരിരക്ഷ കൊടുക്കുകയാണ് ഈ ക്ഷീരധാര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ സപ്പോർട്ട് ഇല്ലാണ്ട് നടക്കാം, ഓഫീസിൽ പോകാൻ, കാര്യങ്ങൾ ചെയ്യാം, എഴുത്ത് കുത്ത് കാര്യങ്ങൾ എല്ലാം അദ്ദേഹം ചെയ്തു പോരുന്നുണ്ട്. ഇന്നിപ്പോൾ വേണം അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വരുത്തണമെന്ന് ഞാൻ വിളിച്ചാൽ വരും. പിന്നത്തെ ദിവസം ട്രെയിൻ ബുക്ക് ചെയ്ത് ഒരാൾ വരും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവരൊക്കെ ഒരു അനുഗ്രഹം അത് മതി, അതാണ് ധാരാളം.